ഇതൊരു നൈറ്റ് വ്ളോഗാണ്. രാത്രിയായ സമയത്ത് ഏട്ടൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് റെഡി ആവുകയാണെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോയി ഒരു ചായ കുടിച്ചിട്ട് വരാവേ എന്ന്. എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഞാനും പിള്ളേരും വളരെ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് പിന്നെ വളരെ സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി റെഡിയാകും. കുട്ടികളെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുട്ടികളെ പെട്ടെന്ന് റെഡിയാക്കും. അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം കേട്ടോ. നമ്മുടെ വീട്ടിലെ ചെറിയ വിശേഷങ്ങളും നമ്മുടെ ചെറിയ ചെറിയ യാത്രകളും നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് അപ്പോൾ നിങ്ങളതെല്ലാം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ 2 കുട്ടികളെയും റെഡിയാക്കി, ഞാനും റെഡിയായി. ഏട്ടനാണെങ്കിൽ അവിടെ നിന്ന് തലമുടിയൊക്കെ ചീവി ഭയങ്കര ഷോ കാണിക്കുന്നുണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നും. അങ്ങനെ ഞാനും പെട്ടെന്ന് പോയി തലമുടിയൊക്കെ ചീവി ഞാനും പെട്ടെന്ന് തന്നെ റെഡിയായി. പിന്നെ ഞങ്ങളുടെ എന്നത്തെയും പരിപാടി, ഞങ്ങൾ നേരെ പോയി അലമാരിയുടെ ഫ്രണ്ടിൽ നിൽക്കുക, കുറച്ച് ഗോഷ്ടിയും കാര്യങ്ങളൊക്കെ കാണിക്കുക, പിള്ളേരെയൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ കാണിക്കുക. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് കയറി. ഞങ്ങൾ കൂടുതലും ഈവനിങ് സമയത്താണ് പുറത്ത് പോകുന്നത്, അല്ലെങ്കിൽ നൈറ്റൊക്കെ. ഉച്ച സമയത്തൊക്കെ പുറത്തിറങ്ങിയാൽ കൂടുതലും ഇപ്പോൾ വെയിലായതുകൊണ്ട് കുട്ടികൾ പെട്ടെന്ന് ടയേർഡാകും, കുട്ടികൾക്ക് പെട്ടെന്ന് വാശിയും ബഹളമൊക്കെ ആവും. അപ്പോൾ നമുക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാകും. അങ്ങനെ ഞങ്ങൾ മെയിനായിട്ട് പോയത് തന്നെ കുഞ്ഞിന് പാമ്പർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ ഏട്ടൻ പാമ്പർ മേടിക്കാൻ കടയിൽ കയറിയപ്പോൾ കുട്ടികളവിടെ കിടന്ന് അച്ഛനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ പാമ്പറൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷോപ്പിലേക്ക് പോയി. അങ്ങനെ നേരെ നമ്മൾ ആ ഷോപ്പിൽ കയറി ചായ കുടിക്കാനായിട്ട്. നമ്മളൊരു പ്രാവശ്യം ഈ കടയിൽ വന്നിട്ടുണ്ട്, ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു കട വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ 2ാമതും ഈ കടയിൽ തന്നെ നമ്മൾ വന്നതാണ്. അങ്ങനെ കടയിൽ വന്നു, നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. നമ്മളവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അത് പുറത്ത് ഒരു സ്ഥലത്താണ്, ടെറസായ ഒരു സ്ഥലത്താണ് നമ്മൾ ഇരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം അതിലെ കൂടെ പോകുന്നത് കാണാം. കുട്ടികൾക്ക് അവിടെ ഓടി നടന്ന് കളിക്കാനും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ അവിടെ കളിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കുഞ്ഞൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ അവിടെ വെച്ച് നമ്മളെടുത്ത്. കുഞ്ഞനൊക്കെ ഭയങ്കര ഹാപ്പിയായി, കാരണം കുഞ്ഞൻ്റെ ഇതുപോലെ പതുക്കെ നിന്ന് നടന്നും കളിക്കാനായിട്ടൊക്കെ സൗകര്യമുണ്ടല്ലോ. അതുപോലെ ഒരു മെറ്റിലൊക്കെ മാഴിയെടുത്തൊക്കെ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് വിറക്കി. കല്യാണി മോളുടെയും കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു, വീഡിയോസും ഒക്കെ എടുത്തു. പുറത്ത് പോകുമ്പോൾ തന്നെ പിള്ളേർ ഭയങ്കര ഹാപ്പി. 2 പേരും വണ്ടിയിൽ കയറിയാൽ മതി. എപ്പോഴും അവർക്ക് യാത്ര, എവിടെയെങ്കിലും ടാറ്റ പോകണം. അല്ല കല്യാണി മോൾ പറയും, അമ്മേ നമുക്കൊന്ന് കറങ്ങാൻ പോവാം അമ്മേ, അച്ഛനോട് പറയാവോ എന്നൊക്കെ ചോദിക്കും. 2 പേർക്കും പുറത്ത് പോകുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ ഏട്ടൻ്റെയും കൂടെ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. ഞങ്ങളങ്ങനെ പൊതുവേ അങ്ങനെ ഒരുപാട് സെൽഫിയും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തൊരു വീഡിയോ ഒക്കെ എടുത്ത്. അങ്ങനെ നേരെ ഞങ്ങളുടെ ചായ വന്ന്. ഏട്ടൻ ആദ്യത്തെ ഗ്ലാസ് ചായ ഒരെണ്ണം കുടിച്ചു. നല്ല ചായയും കാര്യങ്ങളാക്കി അവിടുത്തെ. അങ്ങനെ കല്യാണി എനിക്കും ചായ വേണമേ എന്ന് പറഞ്ഞ് കല്യാണിയും ചായയൊക്കെ മേടിച്ച് കുടിക്കുക. അങ്ങനെ നമ്മൾ കഴിക്കാൻ പറഞ്ഞിരുന്നത്, നമുക്ക് വന്നപ്പോൾ നമ്മൾ മോമോസായിരുന്നു പറഞ്ഞിരുന്നത്, ഫ്രൈഡ് മോമോസാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന കല്യാണി മോൾക്കൊക്കെ പറഞ്ഞത് ഫ്രഞ്ച് ഫ്രൈസ്, അത് അവർക്ക് കഴിക്കും, അത് അവർക്ക് ഇഷ്ടമാണ്, സോസിൽ മുക്കി കഴിക്കാൻ. ഞങ്ങൾ എപ്പോഴും പുറത്തുനിന്ന് ഫുഡൊന്നും മേടിച്ച് കൊടുക്കാറില്ല കുട്ടികൾക്ക്. ഇടയ്ക്ക് വല്ലോ കാലത്തൊക്കെ മേടിച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതും കുട്ടികൾ കഴിച്ചു. അങ്ങനെ ഞങ്ങളും ഫുഡും കാര്യങ്ങളും ചായയൊക്കെ കുടിക്കും. നല്ല രസം, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അവിടുത്തെ ബോയ്കളുണ്ടല്ലോ നമുക്ക് ഫുഡൊക്കെ തരുന്നത്, അപ്പോൾ അവരുമൊക്കെ ആയിട്ട് കല്യാണി ഭയങ്കര കമ്പനിയാണ്. അവരോടും കുറേ നേരം സംസാരിച്ച് കുറേ നേരം കല്യാണി മോള് അതിലേക്കൂടെയൊക്കെ ഓടിച്ചാടിയൊക്കെ കളിച്ചു. അങ്ങനെ ഒരു സമയം ഏകദേശം ഒരു 10:30-11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 11 മണി 11 ആ സമയത്തായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കാരണം രാവിലെ കല്യാണി മോൾക്ക് അംഗനവാടി പോകണം, ഏട്ടന് ഷോപ്പിൽ പോകണം. അതുകൊണ്ട് നമുക്ക് നേരത്തെ കിടക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ തിരിച്ചു പോന്നു. നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മ നേരെ നമുക്ക് കഥയൊക്കെ തുറന്നു തന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ. നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം. ബൈ.